യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവ കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. സിറിയയിൽ സംഘർഷം തുടരുന്നതിനാലാണ് പെട്ടെന്നുള്ള മടക്കം ഉണ്ടാകുന്നത്. 10 ദിവസത്തെ സന്ദർശനത്തിനാണ് പാത്രിയാർക്കീസ് ബാവ ഇന്നലെ കൊച്ചിയിലെത്തിയത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ പാത്രിയാർക്കീസ് ബാവയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ദമാസ്കസ് ആണ്. ദമാസ്കസ് ഇപ്പോൾ കത്തിയെരിയുന്ന അവിടെ വിമത ഭീകരർ പിടിമുറുക്കുന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനിടയിലാണ് യാക്കോബായ സഭ പരമാധ്യക്ഷൻ സിറിയയിലേക്ക് മടങ്ങിപ്പോകുന്നത്. വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. സിറിയയിൽ സംഘർഷം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് 10 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ബാവ, പാത്രിയാർക്കീസ് ബാവ മറ്റന്നാൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ പുത്തൻകുരിശ് പത്രിയാർക്കീസ് കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 40 ഓർമ്മ ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ ഇദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം മറ്റന്നാൾ മടങ്ങിപ്പോകാനാണ്. നാളെ നടക്കുന്ന പൊതു സമ്മേളനത്തിലും പങ്കെടുത്ത് സംസാരിക്കും. അതിനുശേഷം മറ്റന്നാൾ മടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ 17-ാം തീയതി മടങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതാണ് വെട്ടിച്ചുരുക്കി 7 ദിവസം യാത്ര സന്ദർശനം ചുരുക്കി 3 ദിവസമാക്കി ഇപ്പോൾ മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യം, അവിടെ തന്റെ പിന്തുണയും സാന്നിധ്യവും അനിവാര്യമാണ് എന്ന് കണ്ടാണ് മടക്കമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ യാത്ര വെട്ടിച്ചുരുക്കി മടങ്ങുമ്പോൾ ഇവിടുത്തെ യാക്കോബായ സഭയുടെ ഓർത്തഡോക്സ് സഭയും മറ്റുമായുള്ള തർക്കങ്ങളിൽ അടക്കമുള്ള ഇടപെടലിൽ ഇദ്ദേഹത്തിന്റെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ അതെല്ലാം ഒഴിവാക്കിയാണ് സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. നീലിമ, ഒരു ദൗത്യവുമായാണ് പാത്രിയാർക്കീസ് ബാവ കേരളത്തിലെത്തിയത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ യാക്കോബായ സഭയ്ക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഒരു സാന്നിധ്യം ഈ പള്ളിത്തർക്കത്തിൽ വളരെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുമായിരുന്നു. അതാണ് ഇല്ലാതാകുന്നത്. സിറിയയിലേക്ക് അദ്ദേഹം മടങ്ങാനുള്ള അതീവ ഗൗരവതരമായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ മറ്റന്നാളാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശന ഉദ്ദേശം ഈ ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് സഭ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയില്ല. കാരണം ഇവിടെയാണെങ്കിൽ പോലും സിറിയയിലെ പ്രശ്നങ്ങൾ അദ്ദേഹവും അതിലും ഇടപെടുകയും ചർച്ച ചെയ്യുകയും അവിടുത്തെ വിശ്വാസികളുമായി എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംസാരവും മറ്റും വേണ്ടി വരും. അതിന് സമയം ചെലവഴിക്കണം. നാളെ പ്രധാനമായും നമുക്കറിയാം ഈ 40-ാം ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ, അത് കഴിഞ്ഞുള്ള പൊതുസമ്മേളനവും മറ്റും നടക്കും. അപ്പോൾ ഇത്തരം സഭാ തർക്കങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായി ഇതിനിടയിൽ സമയം ഓക്കെ സുധീഷ്, യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ സിറിയയിലെ കലാപം കണക്കിലെടുത്തുകൊണ്ട് തിരിച്ചു പോകുകയാണ്. വിവരങ്ങളാണ് സുധീഷ് പങ്കുവച്ചത്.